നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്നാണോ നീ കരുതിയിരിക്കുന്നത്? നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. നീയുമായിട്ടുള്ള പ്രണയബന്ധം ഞാൻ പൂർത്തീകരിക്കും. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി സാമ്പത്തിക പരമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഉയർന്നുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ പലതരത്തിലുള്ള പദ്ധതികളും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഒരുപാട് കാര്യങ്ങൾ സമ്പാദിക്കണം, സാമ്പത്തികപരമായി നല്ല രീതിയിലുള്ള ഉയർച്ച തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു ഉയർച്ചയിലൂടെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ, അതായത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ആഡംബര ജീവിതം അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ആ ഒരു ആസ്വദിക്കൽ അല്ലെങ്കിൽ ആസ്വാദനം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ആസ്വദിക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊപ്പം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്നും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഈ വ്യക്തിക്ക് ചേരാത്തതും അല്ലെങ്കിൽ ഒട്ടും തന്നെ അംഗീകരിക്കാത്തതുമായിട്ടുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുമായി നല്ല രീതിയിൽ തന്നെ ഒരു ബാലൻസിങ് എനർജിയോട് കൂടി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ എപ്പോഴും നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവരാനേ ശ്രമിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാൻ, നിങ്ങൾ രണ്ടുപേരും എന്തു വില കൊടുത്തും ഒരുമിച്ച് വരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വഭാവ രീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിക്കും ഇത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നൊക്കെ തോന്നിക്കുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും അത് പുറമെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒരു ദേഷ്യത്തോട് കൂടിയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് വളരെയധികം സന്തുഷ്ടമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. മനസ്സുകൊണ്ട് ഈ വ്യക്തി നല്ല രീതിയിൽ സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു താല്പര്യമുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തൻ്റെ കരിയർ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ തൻ്റെ ഒരു ഒരു സാമ്പത്തിക സ്ഥിതിയും ഒക്കെ പറയുകയാണെങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുമായി സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളുമായി ഒരുമിച്ച് തന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ട് തന്നെ മുന്നേറാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അത് ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടോ മറ്റാരുമായി മുന്നോട്ട് പോകണ്ട എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഗബ്രിയേലിന്റെയും അതുപോലെ റാഫേൽ മാലാഖയുടെയും സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നു. അത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ലക്ഷണമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ശത്രുക്കളുണ്ട്, തടസ്സങ്ങളുണ്ട്. തടസ്സത്തിന് വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുമുണ്ട്.
അപ്പോൾ അത് ആ ഒരു തടസ്സം അല്ലെങ്കിൽ അത്തരം ഒരു തടസ്സം നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടത്തിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ കരിയർ പരമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കരിയർ പരമായിട്ടുള്ള വിജയം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സാധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സാധുവനം അല്ലെങ്കിൽ അത് സാധിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ പോസിബിൾ അല്ലാത്ത ഒരു കാര്യം കൂടിയാണ്. ഒരു പക്ഷേ പഠിക്കാനോ നല്ലൊരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല രീതിയിൽ തന്നെ കരിയർ പരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ കുറിച്ച്, അതായത് നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇഷ്ടമാവുക എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ വ്യക്തി കുറച്ച് സ്വാർത്ഥതയേറിയ ഒരു വ്യക്തിയും കൂടിയാണ്. നിങ്ങളോട് ചോദിക്കാതെ പോലും തീരുമാനങ്ങൾ എടുക്കുക, പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് ചെയ്യുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പേടിയുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാവുമോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇതും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു കാര്യവും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു മോശപ്പെട്ട എനർജിയിൽ നിന്നും നന്മയാർന്ന ഒരു എനർജിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ മോശപ്പെട്ട എനർജി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുന്നുണ്ടാകാം, സംസാരിക്കാതെ ഇരിക്കുന്നുണ്ടാകാം, രണ്ടുപേരും അകലത്തിലായിരിക്കാം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനോ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ഒന്ന് ആശയവിനിമയം നടത്താനോ ഒന്നും സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അത് ഒരിക്കലും ഒന്നിന്റെയും അവസാനമല്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് എന്നെന്നും നന്നായി തന്നെ മുന്നോട്ട് പോകുന്ന ലെവലിലേക്ക് ഈ വ്യക്തി വരിക തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് മാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശത്രുക്കളുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ശത്രുക്കളുടെ ചിന്താഗതി എന്താണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ പല വിധത്തിലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമൊന്നും അവരുടെ കാപട്യ മുഖം ഈ വ്യക്തിക്ക് മനസ്സിലായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു. എന്നാൽ പിന്നീട് ഏതൊക്കെയോ സാഹചര്യത്തിൽ ഈ വ്യക്തി അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട്, എല്ലാവരുടെ മുഖം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാനാവില്ല. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാനോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ പോകുന്നില്ല. കുറച്ചു കാലഘട്ടത്തേക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും നിങ്ങളെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. പക്ഷെ ചില സമയത്ത് ഈ വ്യക്തിയുടെ സ്വഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് പോലും സംശയം തോന്നിയേക്കാം. കാരണം ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്? ഈ വ്യക്തി നിങ്ങളെ മറന്നുപോയോ? മനഃപൂർവ്വം ചെയ്യുന്നതാണോ? എന്നിങ്ങനെയുള്ള ഒരു ചിന്താഗതികളും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്കും വന്നേക്കാം. പക്ഷെ അതൊക്കെ ഈ വ്യക്തിയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നമ്മൾ ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ പല വിധത്തിലും നമുക്ക് അഭിനയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വ്യക്തി അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അതൊരിക്കലും മനസ്സിൽ തട്ടി ചെയ്യുന്നതല്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറക്കാനാകില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഏഞ്ചൽ റാഫേൽ മാലാഖയുടെയും ഗബ്രിയേൽ മാലാഖയുടെയും സാന്നിധ്യം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. തടസ്സപ്പെട്ട് കിടക്കുകയും പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഉണ്ടാകാം. വൈകിയെത്തുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകാം. ഇതെല്ലാം തന്നെ പോസിബിൾ ആകും എന്നുള്ളതാണ്. ഒരു ദിവസം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.